കേരളം ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് സത്യത്തിൽ അന്വർത്ഥമാകുന്നത് ഈ 2025-ലാണ്. ദുരന്ത വാർത്തകൾ നിത്യവും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി. 14 വയസ്സുകാരി പ്രസവിക്കുന്നു, അതും സ്വന്തം സഹോദരനിൽ നിന്ന്. 13 വയസ്സായ പെൺകുട്ടിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്നു, അതും നമ്മുടെ കേരളത്തിൽ തന്നെ. ഓമനിച്ചു വളർത്തിയ മകൻ അമ്മയെ കൊല്ലുന്നു, ഇതും നമ്മുടെ കേരളത്തിൽ. ഇതിനെല്ലാം പുറമെ അയൽപ്പക്കക്കാരൻ ഓടിക്കേറി വന്ന് വെട്ടിവീഴ്ത്തുന്നു, അവനെ മാനസിക രോഗി എന്ന് സമൂഹം ചിത്രീകരിക്കുന്നു. ഈ കൊലപാതകം ചെയ്യുന്നവരെയൊക്കെ മാനസിക രോഗികളെന്ന് വിലയിരുത്തുമ്പോൾ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ പഴുതുകൾ ഏറെയുണ്ട്. അഹങ്കാരം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്ര ക്രൂരമായി കരുതിക്കൂട്ടി കൊലപാതകം നടത്തണമെങ്കിൽ അതൊരു മാനസിക രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സമീപത്തുള്ള വീടുകളിൽ നിന്നും ഉച്ചത്തിലുള്ള കരച്ചിലോ വഴക്കോ ബഹളോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ മടിക്കരുത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും.